പാഠം 12. മടക്കം. പി. വത്സല എഴുതിയ കഥയാണ് മടക്കം. ഊണുകഴിഞ്ഞ് ഇളം കാറ്റേറ്റ് ഉമ്മറത്തെ ചാരുപടിമേൽ കിടക്കുന്നേരം മുത്തശ്ശന്റെ മനസ്സിലേക്ക് പേരക്കിടാവ് പിച്ചവെച്ചെത്തി. കാറ്റിനു ചൂടുകൂടി. മയക്കം ശരിയായില്ല. ഒന്നുറങ്ങാൻ രാത്രിയാവട്ടെ. മകൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. പൊന്നുവിന് ഇവിടുത്തെ കാലാവസ്ഥ പറ്റുന്നില്ലച്ചാ, അജയൻ പറഞ്ഞു. നിറയെ പൊടി. പൊടിക്കാറ്റു വന്നാൽ കണ്ണും മൂക്കുമില്ല, ചുമ തന്നെ. മുമ്പെല്ലാം ഇവിടെ രാത്രി തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരുന്നതിനെപ്പറ്റി ആലോചിക്കുകയാണ്. അത് ശരിയായോ എന്ന് അജയന്റെ അമ്മ ചോദിക്കുന്നു. വെറ്റിലയും അടക്കയും വായിലിട്ടു ചവച്ചുകൊണ്ട് ശാരദ അടുക്കളയിൽ നിന്നും പുറത്തു കടന്ന് ഉമ്മറത്തെത്തി. എന്തിനാ അജയൻ ഇപ്പോഴ് ഇങ്ങോട്ടു വരണത്? പൊന്നുമോൾക്ക് ഇവിടെ സുഖമായിരിക്കും. അപ്പോ അവന്റെ ജോലിയോ? പട്ടണത്തിൽ ജീവിക്കാൻ 10,000 തികയില്ലെന്നാ അവൻ പറയണത്. ഭാര്യയും ഭർത്താവും നിശബ്ദരായി. ഒഴിഞ്ഞുകിടക്കുന്ന വലിയ പാടത്ത് വെയില് തിളയ്ക്കുന്നത് അവർ കണ്ടു. ഇരുവരും മൂകരായി. വയലിന് കതിരുവരുന്ന കാലമാണ്. ചോലവെള്ളം തോട്ടിലൂടൊഴുകി വെറുതെ പുഴയിൽ ചേരുന്നു. ആർക്കാണു തെറ്റുപറ്റിപ്പോയതെന്ന് മുത്തച്ഛനു ചിന്തിക്കാൻ മടി തോന്നുന്നു. കൃഷി കടം കൊയ്യുകയാണെന്ന് അജയൻ പറഞ്ഞു. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. 5 മക്കളുള്ള കുടുംബത്തെ പോറ്റി വളർത്തിയതും അവരെ സ്കൂളിലയച്ചു പഠിപ്പിച്ചതും ഈ വയലുകൾ തന്നിട്ടല്ലേ. കഴിഞ്ഞതൊന്നും ആലോചിച്ചിട്ടു കാര്യമില്ല. താഴെ ഒടിയിലുള്ള പുഞ്ചക്കണ്ടങ്ങൾ വാഴകൃഷിക്ക് കൊടുത്തതിനാൽ ഇപ്പോൾ പാട്ടപ്പണം കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. വേനൽ അവധികളിൽ മക്കൾ കുടുംബസമേതം വന്നെത്തുമ്പോൾ കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടില്ല. ദൈവം മറ്റൊരു വഴി കാണിച്ചു തന്നു എന്നു ശാരദ. തന്റെ വഴി അതല്ല എന്ന് മുത്തച്ഛന് ബോധ്യമുണ്ട്. കൈയിലെ തഴമ്പ് ഇപ്പോഴും മാഞ്ഞിട്ടില്ല. കളത്തിൽ കള നിറഞ്ഞുവെങ്കിലും ഇവിടെ ഇനിയും കറ്റകൾ കുന്നുകൂടുമെന്ന് അയാൾ സ്വപ്നം കാണുന്നു. അയൽക്കാരൻ ഈശ്വരൻ ചോദിക്കുന്നു, കുഞ്ഞികൃഷ്ണ, നമ്മൾ വിചാരിച്ച ഒരു പൂവല് കൃഷി ഇപ്പോൾ നടക്കും. അതിന് മുടക്കാൻ പണം എവിടെ? ശാരദയുടെ ചോദ്യം. ശാരദയ്ക്ക് എപ്പോഴും ശങ്കയാണ്. വെയിലിനു ശക്തി കുറയും മുമ്പ് ആരാണപ്പാ വയൽവരമ്പിലൂടെ നടന്നുവരണത്? കുഞ്ഞികൃഷ്ണൻ ചാരുപടി ഇറങ്ങി മുറ്റത്തെത്തി. ശാരദേ, ആരാ വരണതെന്ന് നോക്ക്. ശാരദ മുറ്റത്തിറങ്ങി കൈകൊണ്ടു വെയിൽ മറച്ച് ദൂരേക്ക് ഉറ്റുനോക്കുന്നത് കണ്ട് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചു, ആരാ അത്? അജയൻ. അവന് അവധിയില്ലെന്നു പറഞ്ഞിട്ട് പൊന്നുവിന് അസുഖം കൂടിയോ? എങ്കിലവൻ ഇത്ര ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ട് വരുമോ? അത് അജയനും ഭാര്യയും കുട്ടിയുമായിരുന്നു. പിറകെ ചുമടെടുത്തുകൊണ്ട് ഒരാളും. വെയിൽ ചായുമ്പോൾ ഇളം കാറ്റെത്തി. കാട്ടിൽ ഓരോ കിളി കൊഞ്ചാൻ തുടങ്ങി. ഉച്ചച്ചൂടിനെ തോൽപ്പിക്കാൻ വിസിലൂതുന്ന കിളി മിണ്ടാതെ മുറ്റത്തെ നെല്ലിമരത്തിലേക്ക് പറന്നെത്തി. അതിനെ കുഞ്ഞിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അജയൻ മുറ്റത്തു കയറി വന്നു. കുട്ടി അച്ഛന്റെ ചുമലിൽ നിന്ന് ധൃതിയിൽ മുറ്റത്തിറങ്ങി. താഴെ കണ്ടത്തിലെ വാഴത്തോപ്പിനു നേർക്ക് നടകൊണ്ടു. വീഴും വീഴും വീഴും, അച്ഛനും അമ്മയും ഒരേ സ്വരത്തിൽ ഓർമ്മിപ്പിച്ചു. വീഴില്ല, അവൾ നടന്നോളും, അജയൻ പറഞ്ഞു. അവൻ മുറ്റത്തെ കല്ലിൽ കാലു കഴുകി ഉമ്മറത്തു കയറി. ആശ്വാസത്തോടെ ചാരുപടിയിൽ ചാഞ്ഞു. ആരും അല്പനേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അജയ മോനെ, നീ? ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെ നല്ല കാറ്റുണ്ട്, ശുദ്ധജലമുണ്ട്. പൊടി ശ്വസിച്ചു പൊന്നുമോൾക്കും മറ്റെല്ലാവർക്കും എന്നും ചുമ. അവിടെ കിട്ടണത് മരുന്നു മേടിക്കാൻ തികയില്ല. അപ്പോഴും അച്ഛൻ മകന്റെ മുഖം വായിച്ചു നിന്നു. മുറ്റത്തെ ഒഴിഞ്ഞ ആലയും കളവും നോക്കി അജയൻ പറഞ്ഞു, ഞാൻ കൃഷി തുടങ്ങാൻ പോണു. അപ്പോൾ അമ്മ ചോദിക്കുന്നു, പിന്നെ കടം വന്നു മുടിഞ്ഞു എന്ന് പറഞ്ഞേക്കരുത്, ഉറച്ചു തന്നെയോ? അതേ അമ്മേ, പൊന്നുവിന്റെ അമ്മ പറഞ്ഞു. പൊന്നുമോൾക്ക് മുറ്റത്തിറങ്ങിയൊന്ന് കളിക്കാലോ, വിഷം തീണ്ടാത്ത അന്നം ഉണ്ണാമല്ലോ. അപ്പോൾ അനേക നാളുകൾക്കു ശേഷം കുഞ്ഞികൃഷ്ണൻ പൊട്ടി പൊട്ടി ചിരിച്ചു. അയാളുടെ യൗവനം തിരിച്ചെത്തി. കുട്ടിയെപ്പോലെ മുറ്റത്തു ചാടിയിറങ്ങി പൊന്നുവയെടുത്തു. താഴെ വാഴത്തോപ്പിൽ തത്തക്കൂട്ടിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയി.
വാഴക്കൂമ്പിലെ തേനടർത്തി കുഞ്ഞിന്റെ വായിലിറ്റിച്ചു. മധുരമുണ്ടോ? എമ്പാടും. കുഞ്ഞ് ചിരിച്ചു. അവൾ മണ്ണിലിറങ്ങി താഴെ കണ്ട ഒരു പുൽക്കൂട്ടത്തെ ഉമ്മ വയ്ക്കാൻ കുനിഞ്ഞു.